ഇന്നത്തെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായി 34 സങ്കീർത്തനം 15 വചനം. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ മേൽ ദൈവത്തിന്റെ ദൃഷ്ടി ഉണ്ട്. എന്നാൽ ഇയ്യോബിന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഇയ്യോബിന്റെ മേൽ സാത്താൻ ദൃഷ്ടി വെച്ചു. പിശാച് മനുഷ്യന്റെ മേൽ ദൃഷ്ടി വെക്കുന്നത് അവന്റെ ജീവിതത്തിൽ അവനെ പരാജയത്തിൽ കൊണ്ടെത്തിക്കാനാണ്. എന്നാൽ ദൈവം ഒരുവന്റെ മേൽ ദൃഷ്ടി വെക്കുന്നത് ഏതു പരാജയത്തിന്റെ പടുകുടിയിൽ വീണാലും, സ്തോത്രം, ദൈവത്തിന്റെ കണ്ണുകൾ അവനെ കാണുന്നത് കൊണ്ട് ആ പ്രോബ്ലത്തിൽ നിന്ന് അവൻ പുറത്തു വരും. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലാം ഊടാടിക്കൊണ്ടിരിക്കും. ഇസ്രായേൽ മക്കളോട് പറയുമ്പോൾ എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. സ്നേഹിത, ആരും അറിയുന്നില്ലെന്ന് നീ പറഞ്ഞ നിന്റെ ആ വലിയ പ്രശ്നത്തെ കാണുന്ന ദൈവത്തിന്റെ കണ്ണുകളുണ്ട്. അടുത്ത വാക്കുകൂടെ ധ്യാനിച്ചേച്ച് നമുക്ക് ഈ വാക്യത്തിലേക്ക് വീണ്ടും വരാം. അവന്റെ ചെവി അവരുടെ നിലവിളിക്ക് തുറന്നിരിക്കും. വലിയ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ എന്റെ നിലവിളി ആര് കേൾക്കുന്നു എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ വരും. എന്നാൽ ദൈവം സംസാരിക്കുക, നിന്റെ നിലവിളിക്കായി ദൈവത്തിന്റെ കാതുകൾ തുറന്നിരിക്കുന്നു. 18 സങ്കീർത്തനത്തിൽ വാക്യമുണ്ട്, ഞാൻ ദൈവത്തോട് നിലവിളിച്ചു, ദൈവം എന്റെ നിലവിളി കേട്ടു. അവൻ ആകാശം ചായ്ച്ചിറങ്ങി ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് അവൻ എന്നെ വലിച്ചെടുത്തു. എന്താ ഇവിടുത്തെ ആത്മിക സന്ദേശം? നിന്നെ കാണുന്ന 2 കണ്ണുകളും നിന്റെ നിലവിളിക്കായി കാതോർക്കുന്ന 2 കാതുകളും ഇപ്പോഴും നിന്റെ ജീവിതത്തിന്റെ മേഖലകളിലുണ്ട്. നീ വിശ്വസിക്കണം, ആരെല്ലാം നിന്നെ തച്ചുടയ്ക്കാൻ വന്നാലും നിന്നെ കാണുന്ന 2 കണ്ണുകളുണ്ട്, നിന്റെ നിലവിളി കേൾക്കുന്ന 2 കാതുകളുണ്ട്. ഒരിക്കലും നീ തകരാൻ ദൈവം സമ്മതിക്കുകയില്ല. നമുക്കൊന്നിച്ചു പറയാം, ദൈവമേ, നിന്റെ ദൃഷ്ടിയിൽ ഞാൻ ഉണ്ടല്ലോ, എന്നെ ഒന്നുകൂടെ ഒന്ന് അനുഗ്രഹിക്കണമേ. ഒരു മനുഷ്യനെ ഒരിക്കൽ ദൈവം നോക്കി വെച്ച് പറഞ്ഞു, ഈ ബലത്തോടെ നീ പോ. ഞാനും ഇനി ദൂത് അവസാനിപ്പിക്കുന്നത്, ദൈവത്തിന്റെ നോട്ടം നിന്റെ മേലുണ്ട്, ഈ ബലത്തോടെ നീ പോ, നീ അനുഗ്രഹിക്കപ്പെടും. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എല്ലാ കണ്ണുകളും ഞങ്ങളുടെ പരാജയം കാണാൻ കൊതിക്കുമ്പോൾ ഞങ്ങളുടെ ദർശിക്കുന്ന 2 കണ്ണുകൾ, ഞങ്ങളുടെ നിലവിളിക്ക് തുറന്നിരിക്കുന്ന 2 കാതുകൾ, കർത്താവേ, നിന്റെ ജനത്തിന് വിടുതല കൊടുക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. യഹോവയുടെ ദൃഷ്ടി നിന്റെ മേലുണ്ട്, നീ അനുഗ്രഹിക്കപ്പെടും. ഗോഡ് ബ്ലെസ് യു.